Hello, so welcome to my channel and to my podcast. എൻ്റെ പേര് രഞ്ജന എന്നാണ്. ഞാനൊരു ടാരോ റീഡറാണ്. ഞാനൊരു സൈക്കിക് മീഡിയമാണ്. ഞാൻ എൻ്റെ ഈ മലയാളം പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. സോ ഇന്നത്തെ സബ്ജക്റ്റ് സ്പിരിറ്റ്സ് എന്നോട് പറയുന്നത് ഈ മാസം ഏതെല്ലാം തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് കളക്റ്റീവ് റീഡിംഗ് ആണ്. ഓരോ സൈൻ, ഫയർ സൈൻ, എയർ സൈൻ എന്നുള്ള രീതിയിലല്ല പോകുന്നത്. പകരം ഒരു കളക്റ്റീവ് എനർജി. ഇത് ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും റെസൊനേറ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും റെസൊനേറ്റ് ചെയ്യാതെ ഇരിക്കാം. സോ നമുക്ക് ഓരോ മെസ്സേജസിലേക്ക് പോവാം. സോ ദ ഫസ്റ്റ് മെസ്സേജ് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. മെയിനായിട്ട് ആദ്യത്തെ മെസ്സേജ് വരുന്നത്, പല ആൾക്കാരും മണി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് മണി മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി അല്ലെങ്കിൽ ബാഗ് ഓഫ് മണി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചാക്ക് നിറയെ പണം, അങ്ങനെയുള്ള കുറേ സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് ഈസ് ഓപ്പണിംഗ് ഫോർ യു ഓൾ ഗൈസ്. സോ ഇത് ഒരു വലിയ ബ്ലെസ്സിങ് മാത്രമല്ല, ഇത് നിങ്ങളുടെ ലൈഫ് ഒത്തിരി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പണം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പുതിയ ഐഡിയാസ്, പുതിയ തരത്തിലുള്ള ബിസിനസ് ഐഡിയാസ്, പുതിയ തരത്തിൽ എന്തെല്ലാം ചെയ്താൽ കുറച്ചുകൂടെ ഇരട്ടിയാക്കാം ഈ പണം എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതാണ് ഫസ്റ്റ് മെസ്സേജ്. രണ്ടാമത്തെ ആൾക്കാരുടെ മെസ്സേജ്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജയിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ ഒരു ഗുഹയ്ക്കകത്ത് നിങ്ങളുടെ ജീവിതം തീർന്നു എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഗുഹയിലിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾ തോറ്റുപോയി എന്ന് കണ്ട ആൾക്കാരുടെ മുമ്പിൽ നിങ്ങളിപ്പോൾ ജയിച്ച് കാണിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് സംഭവിക്കാൻ പോകുന്നു. അതിലൊരെണ്ണമാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ വീട് പുതുക്കി പണിയുക, ഒരു കാറ് മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ആൾക്കാർ ഞെട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സംഭവമോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നുണ്ട്. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. അത് നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നോക്കിയിട്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യം പലരുടെയും മുഖത്ത് നിങ്ങൾ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ആ കാര്യം മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഭഗവാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു മാറ്റമോ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു ചേഞ്ചസോ ഇവരാരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം അത്രത്തോളം നിങ്ങളുടെ ലൈഫിനെ ഇരുട്ടിലാക്കണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരുടെ മുമ്പിൽ ഭഗവാൻ നിങ്ങളെ ജയിപ്പിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ്, നിങ്ങൾ ആഗ്രഹിച്ചു ഈ സംഭവം ഒരു സമയത്ത്, അത് നിങ്ങളുടെ ലൈഫിൽ കറക്റ്റ് ടൈമിൽ യൂണിവേഴ്സ് അത് മാനിഫെസ്റ്റ് ചെയ്തു. ഓക്കെ ഓക്കെ അപ്പോൾ സെക്കൻഡ് മെസ്സേജസ് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് തേർഡ് മെസ്സേജസിലേക്ക് പോവാം. കുറേ ആൾക്കാർ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്തിരുന്നു. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുകയും വിഷമിക്കുകയും പ്രയാസപ്പെടുകയൊക്കെ ചെയ്തു. നിങ്ങൾ ഭഗവാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വിഷമിച്ച് ഒരു ദിവസം പോലും വിടാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് നീതി ന്യായം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഭഗവാനെ പോലും ക്ഷമിക്കുകയല്ല, എനിക്ക് സമാധാനത്തോടെ എനിക്ക് ജീവിക്കണം, എനിക്ക് നീതി ന്യായം കിട്ടിയിരിക്കണം എന്ന് കട്ടായം നിങ്ങൾ പറഞ്ഞു ഭഗവാന്റെ അടുത്ത്. ആ പ്രാർത്ഥന അവിടെ കേട്ടിട്ടുണ്ട്. ഏത് ഗ്രൂപ്പാണോ നിങ്ങളെ സമാധാനം കെടുത്തിക്കൊണ്ടിരുന്നത് അവരുടെ മനസ്സമാധാനം ഇപ്പം സത്യം പറഞ്ഞാൽ അവർ നരകവും ചെകുത്താനെയും ഒരേ സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവരെന്തെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെല്ലാം രീതിയിൽ അവസാനിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ അവസ്ഥയിൽ അവർ അതിനെക്കാട്ടും പരിതാപകരമായിട്ട് എത്തുകയും അവർക്കതിൽ നിന്ന് കയറിപ്പോകാൻ പറ്റാതെ അവരവിടെ കടന്നുകൊണ്ട് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഭഗവാൻ പൂർത്തീകരിക്കുന്നുകൊണ്ട് നിങ്ങൾക്ക് നീതി ന്യായം ഉറപ്പ് കിട്ടിയിരിക്കും. അതിന് ഇന്ന് ഇപ്പം ഈ മാനിഫെസ്റ്റേഷൻ്റെ ന്യൂസ് കേൾക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിയമപരമായിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷന് ചിലപ്പോൾ നിങ്ങൾക്ക് നീതി ന്യായം കിട്ടുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫ് നിങ്ങളെ സേഫാക്കി നിങ്ങളോട് തെറ്റ് ചെയ്തവരെ കൊണ്ട് ഭഗവാൻ അതിൻ്റെ ബാക്കി ചോദിച്ചോളും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫോർത്ത് മെസ്സേജ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട്, നിങ്ങളുടെ ആളുമായിട്ട്
നിങ്ങൾ ഒരുപാട് അകന്നു പോയ ഒരു സമയം, ഒരു പാസ്റ്റ് സ്റ്റോറി ഉണ്ട് നിങ്ങളും നിങ്ങളുടെ ആളുമായിട്ട്. അത് സിറ്റുവേഷൻസ് കൊണ്ടോ മറ്റൊരാളുടെ ഇടപെടലും കൊണ്ടോ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടപെടലും കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ ഒക്കെ ഉണ്ടായിപ്പോയതാണ്. പക്ഷെ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ തിരിച്ചു വരാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ഈ സംഭവം നടക്കാൻ പോവുകയാണെന്ന്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ തിരക്കിലാണ്, നിങ്ങളിതിലേക്ക് അധികം ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാം എല്ലാ കാര്യവും നടക്കുമെന്ന്. എനിവേയ്സ്, ഈ വ്യക്തി തിരിച്ചു വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കുടുംബജീവിതം, ആ കുടുംബജീവിതം ഒരു സെലിബ്രേഷൻ ആയിരിക്കും എല്ലാ ദിവസവും. അങ്ങനെ ഒരു വണ്ടർഫുൾ ലൈഫായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. സോ അതാണ് നിങ്ങളുടെ അടുത്ത 4th ഗ്രൂപ്പിൻ്റെ മാനിഫെസ്റ്റേഷൻ മെസ്സേജ്. ഇനി അടുത്തത് 5th ഗ്രൂപ്പിന് വരാൻ പോണത്, നിങ്ങളും നിങ്ങളുടെ പാരൻസിനെയും ഹെവി ആയിട്ട് ടാർഗറ്റ് ചെയ്യുകയും ഹെവി ആയിട്ട് ഉപദ്രവിക്കുന്ന ഒരു ഫാമിലി മെമ്പറുണ്ട്. അത് ഒരു പ്രായമായ വ്യക്തിയല്ല, പക്ഷെ ഒരു കസിൻ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ആ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുക അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക, ഈ വ്യക്തി ഒരു നല്ല ക്യാരക്ടറല്ല. പക്ഷെ എല്ലാവരുടെ മുമ്പിലും വളരെ പാവമായിട്ട് കാണിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു അപകടം നിറഞ്ഞ ഒരു ചതി എവിടെയോ ഉണ്ട് എന്ന് റീസെൻ്റ്ലി നിങ്ങളും നിങ്ങളുടെ പാരൻസും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വ്യക്തിയുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ മാറ്റിവിടണം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു ഉപദ്രവമായിട്ട് വരരുത് എന്ന് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ച ഒരു മാനിഫെസ്റ്റേഷനാണ്. നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് പറയുന്നുണ്ട്, അതിൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തു, ഇതിനെക്കുറിച്ച് ഇനി ഓർത്ത് വിഷമം വേണ്ട. ആ വ്യക്തിയുടെ ഒരു ഉപദ്രവവും നിങ്ങളുടെ ഫാമിലിയെ ബാധിക്കുകയില്ല. എസ്പെഷ്യലി നിങ്ങളുടെ പാരൻസ് സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ, നിങ്ങളുടെ സീനിയർ സിറ്റിസൺസിന് ഏത് രീതിയിലും ഇയാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം എന്നൊരു ധാരണയുണ്ടായിരുന്നു. അതിൽ മാനിപ്പുലേഷൻ വഴി നിങ്ങളുടെ പാരൻസിനെ ഒന്ന് ഭയപ്പെടുത്തി നിർത്താം എന്നൊക്കെ ഉള്ളത്, അതെന്തായാലും ഇതോടെ അവസാനിച്ചു. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെസ്സേജാണ് 6th ഗ്രൂപ്പിന്. നിങ്ങൾ കുറേ ആൾക്കാർ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്. ഓരോ മാനിഫെസ്റ്റേഷനും പ്രൊട്ടക്റ്റഡ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ പല ആൾക്കാരും ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ പല പ്രാവശ്യമായിട്ടും നിങ്ങൾ ഇങ്ങനെ ഡൗട്ട് അടിക്കുകയാണ്. അയ്യോ, ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റാണോ, ഞാൻ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റാണോ, എന്തെങ്കിലും പുതിയ മെത്തേഡ്സ് ട്രൈ ചെയ്യണമല്ലോ. സ്പിരിറ്റ്സ് പറയുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ തരാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ ആ മാനിഫെസ്റ്റേഷൻ കിട്ടുന്നതിന് മുന്നേ അത് എവിടെ പോയെന്നറിയാത്ത രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇല്ലാതാക്കി കളയും. അപ്പം നിങ്ങളുടെ കയ്യിൽ അത് വരേണ്ട ടൈമിൽ ആ സംഭവം കൊണ്ടുവന്നിരിക്കും. ഈ ഒരു ഡിലേ ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാത്രം കാണുക. നിങ്ങളെ ശരിക്കും പ്രൊട്ടക്ഷനിൽ കൊണ്ടുപോവാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രൊട്ടക്ഷനിൽ കൊണ്ടുപോവാണ്. ആ സംഭവങ്ങൾ മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഇത് തരും. അതാണ് യൂണിവേഴ്സിൻ്റെ തീരുമാനം. അല്ലാതെ അത് മനഃപൂർവ്വം ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ പ്രയാസം കേൾക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, സോ എനിവേയ്സ്, ഇതൊക്കെയാണ് എനിക്ക് കളക്റ്റീവ് മെസ്സേജസിൽ കിട്ടിയ മാനിഫെസ്റ്റേഷൻസ് ഫോർ ദ മന്ത് ഓഫ് ജൂൺ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇത് ആർക്കെങ്കിലുമൊക്കെ അല്ലെങ്കിൽ മിക്ക ആൾക്കാർക്ക് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.